ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫോർ ഗേൾസിനുള്ളതാണ് കേട്ടോ, ലേഡീസിനുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആംഗ്ലറ്റ്സ് ആണ്, പാദസരാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഹായ് അക്ഷയ്. ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാദസരാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഗേൾസ് മാത്രമല്ല ഗിഫ്റ്റിംഗ് പർപ്പസിനായിട്ട് നമുക്ക് പാദസരം യൂസ് ചെയ്യുന്നതാണ്, കൊടുക്കാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ? ഞാൻ ഒന്ന് കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. നമുക്ക് ആംഗ്ലറ്റിലെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ആംഗ്ലറ്റ്സ് ഉണ്ടോ? എങ്ങനെയാണ് നമുക്ക് ലൈറ്റ് വെയിറ്റിൽ നിന്ന് പരിചയപ്പെടാം? തുടങ്ങാം. നമുക്കിവിടെ സ്റ്റാർട്ടിങ് നമുക്ക് ഏകദേശം ഒരു 6 ഗ്രാമിൽ തൊട്ട് തുടങ്ങുന്ന ലൈറ്റ് വെയിറ്റുകൾ തുടങ്ങുന്ന 6 ഗ്രാമിൽ തുടങ്ങുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ആംഗ്ലറ്റ്സുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നേട്ടാ. പിന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് എത്ര വേണമെങ്കിൽ ചെയ്യാം. നമ്മളെ കസ്റ്റമൈസ് ഓർഡർ അനുസരിച്ച് നമുക്ക് എത്ര വെയിറ്റിൽ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്തു. അതായത് ആംഗ്ലറ്റ്സ് നിങ്ങൾ പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടും ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഈ കരിമണി മാലയുടെ ഒക്കെ ആ കറുത്ത മുത്തുള്ള ആംഗ്ലറ്റ് വേണം എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരും. നമുക്ക് കസ്റ്റമൈസ് അനുസരിച്ച് നമ്മൾ ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരാവുന്നതാണ് അല്ലേ? അപ്പൊ എനിക്ക് ഇപ്പൊ ഇത്രയും ആംഗ്ലറ്റ്സ് നമ്മുടെ അടുത്തുണ്ട്. ഇത് മാത്രമല്ല വേറെ കുറെ ആംഗ്ലറ്റ്സുകൾ ഉണ്ട്. അപ്പൊ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആംഗ്ലറ്റ് ആണ്. കാരണം ഇതില് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാർ ഡിസൈൻ ചാംസ് തന്നെയാണ് എന്റെ അധികം അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഏറ്റവും കൂടുതൽ അധികം നമുക്ക് ഫംഗ്ഷൻ യൂസിനാണ് കൊണ്ടുപോകാറ്. ആണല്ലേ? അതെ അതെ. നമുക്ക് തീർച്ചയായിട്ടും ആകെ ഒരു 8 ഗ്രാമൊക്കെ വരുന്നുള്ളൂ കേട്ടോ. 8 ഗ്രാമൊക്കെ വരുന്നുള്ളൂ. ഇതില് കൂടുതലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാങ്ങിങ്സ് ആണ്. ഇത് മാത്രമല്ല വേറൊരു ഹാങ്ങിങ് കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹാങ്ങിങ് ഇതാണെങ്കിൽ നമുക്കൊരു എന്താണ് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതും അതിന്റെ ചാംസ് തന്നെയാണ് എന്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിമ്പിൾ ബട്ടർഫ്ലൈ ടൈപ്പ് ആണ് അല്ലേ ചാംസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾക്കുള്ള ആംഗ്ലറ്റ്സ്. അതെ, കുട്ടികൾക്കായിട്ട് നമുക്ക് ചെയ്യാം. മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന മോഡൽസുകളാണ് ഇതൊക്കെ. ആകെ ഒരു 8 ഗ്രാമൊക്കെ വരുന്നുള്ളൂ മാക്സിമം. ഇനി നമുക്ക് ഇനി വെഡിങ് പർപ്പസിനാണ്, കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ആംഗ്ലറ്റ്സ് ഒക്കെ. അതെ അതെ, കല്യാണത്തിനൊക്കെ കുറച്ച് അതായത് നല്ല പൊലിമയുള്ള നല്ല ഹെവി ആയിട്ടുള്ള ആംഗ്ലറ്റുകൾ നമുക്ക് അത് ചെയ്യാറുണ്ട്. നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ കാണുന്നതൊക്കെ കല്യാണത്തിന് ഇടുന്ന ഒരു ടൈപ്പ് ആംഗ്ലറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല പൊലിമയുള്ള നല്ലൊരു കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പാദസരാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ മാരേജിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു ആംഗ്ലറ്റ്സ് ആണ് ഇത്. ഇത് നമ്മളോട് ഉർവശി എന്നാണ് പറയാറ്. ഉർവശി മോഡൽ എന്ന് പറയാറ്. പണ്ട് മുതലും ഇപ്പൊ മുതലും അല്ലെ, പണ്ട് തൊട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് അത് ഉർവശി. അതായത് പണ്ട് മുതലേ ട്രെൻഡിങ് ആയിട്ടുള്ള ഉർവശി മോഡൽ. ഇപ്പോഴും ട്രെൻഡ് ഔട്ട് ഒന്നും ആയിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഉർവശി മോഡൽ എന്ന് പറയുന്നത്. മാരേജ് പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ നമുക്കത് ചോദിച്ചു വരാറുണ്ട്. ഈ ഒരു ആംഗ്ലറ്റിന്റെ ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് തോന്നുന്നത് വൈറ്റ് സ്റ്റോൺ ആണോ? അത് സ്റ്റോൺ അല്ല, അത് റോഡിയം തന്നെയാണ്. സ്റ്റോൺ അല്ല, റോഡിയം തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് റേറ്റ് ആണ് ഇത്. നമ്മൾ പരസ്പരം എന്നാണ് ഇവിടെ പറയാറ്. പരസ്പരം ട്യൂബാണ് ഇത്. പരസ്പരത്തിൽ തന്നെ വേറെ ഡിസൈൻ വരുന്നതാണ് ഇത്. നമുക്ക് പരസ്പരം ബോള്, പരസ്പരം ട്യൂബ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു മൂവിംഗ് ഒരു മോഡൽ കൂടിയാണ് ഇത്. ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്നത് തന്നെയാണ്. നമുക്ക് ഇതിന് മാച്ച് ആയിട്ട് തന്നെ ഇപ്പൊ ചെയിൻസ്, ബ്രേസ്ലെറ്റ് ഒക്കെ ഇതിന് സെയിം മാച്ച് ആയിട്ട് തന്നെ വരുന്നത്. അതായത് ഈ ഒരു പാദസരത്തിന്റെ ബ്രേസ്ലെറ്റുകളും ചെയിനൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും. അതായത് ഇതുപോലത്തെ പാദസരം ഇടുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ മാലയുണ്ട്, ഇതുപോലത്തെ ബ്രേസ്ലെറ്റുകളുണ്ട്. ഓക്കെ, ദാറ്റ്സ് നൈസ്. അതെ, അതുപോലെ തന്നെയാണ് ഒരു സ്പെഷ്യൽ ഡിസൈൻ കൂടിയാണ് നമുക്ക് ഇത് വരുന്നത്. ലൈറ്റ് വെയിറ്റിൽ വരുന്ന ചെറിയ ഹാർട്ട് ഷേപ്പോട് കൂടി വരുന്ന ആംഗ്ലറ്റ്സ് ആണ് ഇത്. ഇതൊക്കെ കുറച്ച് എന്താ പറയാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ആംഗ്ലറ്റ്സ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ആംഗ്ലറ്റിൽ കൂടുതലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഹാർട്ട് ഷേപ്പ് ആണ്. അപ്പൊ കാലിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഹാർട്ട് ഷേപ്പ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ലവ് ഡിസൈൻ ആണ് അല്ലേ? ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് തന്നെയാണ്, പക്ഷെ നിറച്ചും ഹാർട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഫംഗ്ഷൻ വെയർ കൂടിയിട്ടാണ് കേട്ടോ. അതിൽ റോഡിയം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടാണ് മാക്സിമം അത് യൂസ് ചെയ്യാറ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാർട്സുകളാണ് കണ്ടറിയാം നമുക്ക് മൊത്തത്തിൽ. ഇപ്പൊ
ആളുകൾ കൂടുതൽ ആംഗ്ലറ്റ്സുകൾ, അതായത് പാദസരം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചെയിൻ ആണ്. അങ്ങനത്തെ ഒരു സിമ്പിൾ ചെയിൻ കാണിച്ചു തരാമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്നത് നമുക്ക് ഇത് തന്നെയാണ്, നമ്മുടെ സുന്ദരി ടൈപ്പിൽ വരുന്ന ഒരു പാദസരം. സുന്ദരി ടൈപ്പ്. ഓക്കെ, ഓരോന്നിനും ഓരോ പേരാണ് കേട്ടോ. ഉർവശി, സുന്ദരി, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളാണ് അല്ലെ. ഓക്കെ, ഡെയിലി വെയർ ആയിട്ട് പാദസരം ഇടുന്ന ആളുകൾ, അതായത് ഊരി വെക്കാൻ താല്പര്യമില്ല, ഡെയിലി നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. നമുക്ക് അരഞ്ഞാൻ ചെയിൻ. ഇവിടെ ഇപ്പൊ നമ്മുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പാദസരം ഏതാ? അതും നമുക്ക് അരഞ്ഞാൻ ചെയിൻ യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്ന ഇത് മാത്രമല്ല, ഇതുപോലെ നിരവധി കളക്ഷൻസ് നമ്മുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. ഹ്യൂജ് കളക്ഷൻസ് തന്നെയുണ്ട്. അതെ, പാദസരം നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, നമുക്ക് ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്. ലൈറ്റ് വെയിറ്റിൽ വരുന്നുണ്ട്. ഇനി കുറച്ച് എന്താ പറയാ, ഹെവി ആയിട്ട് വേണം, അതായത് ഡെയിലി വെയർ അല്ല, നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം വിസിറ്റ് ചെയ്യുക അല്ലേ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞെടുത്തോ. നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട, തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.